السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് ത്വാഹ 95-ാമത്തെ വചനം മുതലാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبلت قبلة من أثر الرسول فنبذتها وكذلك سولت لي نفسي قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. ഒന്നുകൂടെ. قال فما خطبك يا سامري قال بصرت بما لم يبصروا به فقبلت قبلة من أثر الرسول فنبذتها وكذلك سولت لي نفسي قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا
لنحرقنه ثم لننسفنه في اليم نسفا إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാറൂൻ നബിയോട് പറഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചത്. അതിനുശേഷം അദ്ദേഹം സാമിരിയുടെ നിലത്തിരിയുകയും സാമിരിയോട് ഇതേക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെടുകയും അതിന് അദ്ദേഹം ശക്തമായ നടപടികൾ സാമിരിക്കെതിരെ കൈക്കൊള്ളുമെന്നും പരലോകത്ത് വലിയ ശിക്ഷയുണ്ടാകുമെന്നും ബോധ്യപ്പെടുത്തുകയുമാണ് ഈ വചനങ്ങളിൽ ചെയ്യുന്നത്. അതാണ് ഖാല ഫമാ ഖത്ബുക യാ സാമിരി. ഖാല മൂസാ അലൈഹി സ്വലാം ചോദിച്ചു, ഫമാ ഖത്ബുക ഫമാ അംറുക ഫമാ ബാലുക എന്നർത്ഥം. എന്താണ് നിന്റെ കാര്യം, നിന്റെ അവസ്ഥ എന്താണ്? ഫമാ ഖത്ബുക നിന്റെ കാര്യം എന്താണ്? യാ സാമിരിയു അല്ലയോ സാമിരി, എന്താണ് നിന്റെ അവസ്ഥ? അഥവാ നീ ഇത് ചെയ്യാൻ കാരണം എന്താണ്? എന്തിനാണ് നീ ഇത് ചെയ്തത്? ഇങ്ങനെ ഒരു വഴിയിലേക്ക് നീ എന്തുകൊണ്ട് പ്ലാനിട്ടു എന്ന് മൂസാ നബി സ്വലാം സാമിരിയെ വിചാരണ ചെയ്യുകയാണ്. ഖാല അപ്പോൾ സാമിരി പറഞ്ഞു, ബസുർത്തു ബിമാലം യബ്സുറു ബിഹി. ബസുർത്തു ഞാൻ കണ്ടു, ബിമാലം യബ്സുറു ബിഹി അവരൊന്നും കാണാത്ത ഒന്ന് ഞാൻ കണ്ടു. ബസുർത്തു ബിമാലം യബ്സുറു ബിഹി അവർ കണ്ടിട്ടില്ലാത്ത ഒന്ന് ഞാൻ കണ്ടു. ഫ ഖബൽതു അങ്ങനെ ഞാൻ എടുത്തു, ഖബ്ലത്തൻ ഒരു പിടി, മിൻ അസ്രി റസൂൽ റസൂലിൻ്റെ ദൂതൻ്റെ കാൽപ്പാടുകളിൽ നിന്ന് ഒരു പിടി ഞാൻ എടുത്തു. ഫനബൽതുഹ അത് ഞാൻ അതിൽ ഇട്ടു. വകദാലിക സവ്വലത് ലി നഫ്സി അപ്രകാരം എൻ്റെ മനസ്സ് എനിക്കൊരു കാര്യം ശരിയാക്കി തോന്നിപ്പിച്ചു തന്നു, അതാണ് ഉണ്ടായത് എന്നാണ് ഇവിടെ അല്ലാഹു ഖുർആനിൽ സൂചിപ്പിച്ചത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അല്ലാഹു അഅലം. പൊതുവെ തഫ്സീറൊക്കെ പറഞ്ഞു വരുന്നത് ഞാൻ കണ്ടു, അവർ കാണാത്ത ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ജിബ്രീലിനെ കണ്ടു എന്നാണ് പൊതുവെ എല്ലാവരും കൊടുത്ത തഫ്സീർ. ഇബ്നു കസീർ മുതൽ ഖുർത്തുബി മുതൽ റാസി മുതൽ പിന്നെ ഇമാം സഈദി അടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഫിർഔനെയും കൂട്ടരെയും നശിപ്പിക്കാൻ വേണ്ടി മലക്കൾ വന്നുവെന്നും അതിൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാമിരി കണ്ടുവെന്നും എല്ലാ തഫ്സീറും പറഞ്ഞു കാണുന്നു. അല്ലാഹു അഅലം. നബിതങ്ങൾ പറഞ്ഞത് പ്രത്യേകിച്ച് അങ്ങനെ ഇവിടെയും പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്നാൽ എല്ലാ മുഫസ്സിരീങ്ങളും അത് ഏതാണ്ട് ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിർഔനെ നശിപ്പിക്കാമെന്നപ്പോഴാണോ കണ്ടത്, എന്നല്ലാത്ത സമയത്താണോ എന്നുള്ളതൊക്കെ ചർച്ചകളുണ്ട്. ഒന്നുമില്ല, സാമ്യൊന്നുമല്ല. സാമിരി അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, അവരെ കൂടെ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പ്രത്യക്ഷത്തിൽ വാദിച്ചുകൊണ്ട് കൂടെ കൂടിയതാണ്. മുനാഫിഖാണ് എന്നാണ് പിന്നെ തഫ്സീർ ചിലർക്ക് പറഞ്ഞു കാണുന്നത്. ജിബ്രീലിനെ കാണാൻ രണ്ടു കാരണമാണ് പറയുന്നത്. ഒന്ന്, ഫിർഔന് ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും കൊല്ലാൻ ഓർഡറിട്ട ആ കാലത്താണ് സാമിരിയും ജനിക്കുന്നത്, മൂസാ നബി ഇസ്ലാം ജനിച്ച ആ സമയത്ത്. അപ്പം മൂസാ നബിയുടെ ഉമ്മ മൂസാ നബിയെ പെട്ടിലാക്കി ഒഴുക്കിയതുപോലെ സാമിരിയുടെ ഉമ്മ സ്വകാര്യമായി ഒരു വനത്തിൽ ഒരു ഗുഹയിൽ കൊണ്ടുപോയി കിടത്തിയിരുന്നു എന്ന് ചില തഫ്സീറൊക്കെ പറഞ്ഞു കാണുന്നു. അധികവും ഇസ്രായേലി കഥകളാണ്, അതൊക്കെ നമുക്ക് ഗണ്യമായി അങ്ങനെ തന്നെയാണെന്ന് പറയാനൊന്നും കഴിയുകയില്ല. അപ്പോൾ അവിടെ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയും സാമിരിക്ക് അവിടെ ഭക്ഷണപാനീയങ്ങൾ എത്തിക്കുകയും ചെയ്തു എന്ന് ചില തഫ്സീറൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. അതാണ് ചില കവിതകൾ പോലും തഫ്സീർ ഉദ്ധരിക്കുന്നുണ്ട്. മുസല്ലലി റബ്ബാഹു ഫിർഔനു മുർസലു വ മുസല്ലലി റബ്ബാഹു ജിബ്രീലു കാഫിറു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ചില കവിതകളൊക്കെ കാണാൻ കഴിയും. അതായത് ഈ സാമിരിയുടെ ശരിയായ പേര് മൂസ എന്നാണ്. സാമിരിയുടെയും ഒറിജിനൽ പേര് മൂസ എന്നാണ്. അപ്പോൾ ഒരു മൂസയെ ഫിർഔൻ വളർത്തി, മറ്റൊരു മൂസയെ ജിബ്രീൽ വളർത്തി. ഫിർഔൻ വളർത്തിയ മൂസ നബിയായി മാറി, ജിബ്രീൽ വളർത്തിയ മൂസ കാഫിറായി മാറി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ തഫ്സീറിൽ പരാമർശങ്ങൾ കാണുന്നു. വസ്തുത അള്ളാഹുവിന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ജിബ്രീലിനെ കണ്ടു എന്ന് പറഞ്ഞത്.
അതെ, അത് സാമിരിയാണ്. അതാണ് മുസല്ലി റബ്ബാഹു ജിബ്രീലു, ജിബ്രീൽ വളർത്തിയ മൂസ എന്ന് പറഞ്ഞാൽ സാമിരിയാണ്. അപ്പോൾ സാമിരിയുടെ പേര് മൂസയാണെന്ന് ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകളൊക്കെ പറയുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റില്ല, തള്ളാനും പറ്റില്ല. അതായത് ഈ അഹ്ലു കിതാബിൻ്റെ കാര്യങ്ങളിലുള്ള നിലപാടതാണ്. നബി ഞങ്ങൾ പറഞ്ഞു, ഹദ്ദിസ് ബനി ഇസ്രായേൽ, ഇസ്രായേലിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിച്ചു കൊള്ളുക, ലാ ഹറജ, തെറ്റില്ല. പക്ഷെ അവരെ തള്ളിക്കളയാനും പോകണ്ട, സത്യപ്പെടുത്താനും പോകണ്ട. ഖുർആനും ഹദീസും പഠിപ്പിച്ചൊരു കാര്യം അതിലും വന്നാൽ നമുക്ക് സത്യപ്പെടുത്താം. അത് അതിൽ വന്നുകൊണ്ടല്ല, ഇവിടെ വന്നുകൊണ്ട്. ഖുർആനും ഹദീസും പറഞ്ഞതിന് വിരുദ്ധമായി അതിൽ വന്നാൽ അത് ശരിയല്ല എന്നും പറയാം. അല്ലാത്ത കാര്യങ്ങൾ, ചരിത്ര സംഭവങ്ങൾ മറ്റുള്ളതൊക്കെ അത് ഉദ്ധരിക്കാം, പക്ഷേ ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ യഥാർത്ഥ വസ്തുത അള്ളാഹുവിനറിയാം എന്ന് പറയാനേ കഴിയുകയുള്ളൂ. ഏതാണെങ്കിലും അപ്പം അങ്ങനെ ആണെങ്കിൽ സാമിരിയെ വളർത്തിയത് അങ്ങനെ ഒരു പങ്കുണ്ടെങ്കിൽ സാമിരിക്ക് ജിബ്രീലിനെ ആ നിലയ്ക്കൊരു ബന്ധമുണ്ട് എന്ന് പറയാം. മറ്റൊന്ന് ഇവരൊക്കെ പറഞ്ഞത് ഫിർഔനെ നശിപ്പിക്കാൻ, അതേപോലെ മൂസാ നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്താൻ അല്ലാതെ ഓർഡറിനായി വടി കൊണ്ട് അടിച്ചു കടലിൽ പറഞ്ഞല്ലോ. ആ സമയത്ത് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ വന്നിരുന്നുവെന്നും ആ ജിബ്രീലിനെ സാമിരി കണ്ടു. ഏതായാലും ഇവിടെ ബസുർത്തു ബിമാലം യബ്സുറു ബിഹി എന്ന് പറഞ്ഞല്ലോ, അവരാരും കാണാത്തത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. അപ്പം മറ്റുള്ള ആളുകൾ കാണാത്ത എന്തോ കാര്യം സാമിരി കണ്ടിട്ടുണ്ട്. ഫഖബൽതു, അങ്ങനെ ഞാൻ എടുത്തു, ഖബ്ലത്തൻ മിൻ അസരി റസൂൽ, അവിടെ റസൂൽ ഉദ്ദേശിച്ചത് ജിബ്രീലാണ്. ഇവിടുത്തെ റസൂൽ ജിബ്രീൽ, ആ ദൂതൻ്റെ കാൽപ്പാടുകളിൽ നിന്ന് ഞാനൊരു പിടി മണ്ണെടുത്തു അർത്ഥം. ജിബ്രീലിൻ്റെ ജിബ്രീൽ ചവിട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് ഞാൻ എടുത്തു. ഫനബൽതുഹ, അതും ഞാൻ ഈ പശുക്കുട്ടിയിൽ നിക്ഷേപിച്ചു. വകദാലിക, അപ്രകാരം സവ്വലത് ലി നഫ്സി, എൻ്റെ മനസ്സ് എനിക്കങ്ങനെ തോന്നിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്തത്. അല്ല വേറെ പ്രത്യേകിച്ചത് ഒന്നുമില്ല. യാപന്നം കൊണ്ട് പശുക്കുട്ടി ഉണ്ടാക്കി, ഈ ജിബ്രീലിലെ കാല് പതിഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തു, അതും അതിലിട്ടു, ഞാനൊരു പശുക്കുട്ടി ഉണ്ടാക്കി, ഇതാണ് ഇലാഹി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു, ഇതാണ് ഞാൻ ചെയ്തത് എന്ന് സാമിരി പറഞ്ഞു. ബാക്കി അല്ലാഹു അഅലം. ഖാല, അതും പറയുന്നുണ്ട്. സാമിരി സാഹിറായിരുന്നു, സാമിരി യഥാർത്ഥത്തിൽ വിശ്വാസിയായിരുന്നില്ല, ഒരു കാപ്പട്ടേക്കാരനായിരുന്നു. എന്നിട്ട് വിശ്വാസിയാണ് അഭിനയിച്ചുകൊണ്ട് മുസ്ലിമിനെ കൂടെ കൂടുകയും അങ്ങനെയാണ് കടലിൽ കടന്ന് പോന്നപ്പോൾ ഇസ്രായേലിയുടെ കൂടെ ഇക്കരെ കടന്നു പോരാൻ സാമിരിക്ക് പറ്റിയത്. അങ്ങനെ പൊതുവെ ചർച്ച കാണുന്നില്ല. സാമിയുടെ കുടുംബം പൊതുവെ പശുവിനെ ആരാധിക്കുന്ന ആളുകളായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. സാമിരിയുടെ പിതാവും ആ കുടുംബങ്ങളൊക്കെ പശുവിനെ ആരാധിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഒരു പശു ആരാധന എന്നത് അവൻ്റെ അസലിൽ തന്നെ അവനുണ്ട്. അവർ അതിനോട് ഒരു താല്പര്യമുണ്ടായിരുന്നു. അതേപോലെ മൂസാ നബിയും കൂട്ടരും കടന്നു പോകുമ്പോൾ പോണ വഴിക്ക് അവർ പറഞ്ഞല്ലോ, ഇജഅലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്കെല്ലാം ഇലാഹുള്ളതുപോലെ നമുക്കും ഒരു ഇലാഹ് വേണം എന്ന് മൂസാ നബിയോട് ആവശ്യപ്പെട്ട സന്ദർഭം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സാമിരി മനസ്സിലാക്കി അവരെ തിരിച്ചു കിട്ടും, ഓർക്ക് ഉള്ളിൽ ഓർക്ക് ഇതുകൊണ്ടൊരു താല്പര്യമുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂസാ നബിയുടെ അഭാവത്തിൽ ഒരു പശുവിനെ ഉണ്ടാക്കി കൊടുത്തു. കാരണം ഓനാസലും പശു ആരാധനയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ പലരും ഖുർത്തുബിയൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അഅലം. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഫദ്ഹബ്, നീ പോവുക, ഫദ്ഹബ്, നീ പോവുക, ഫഇന്നലക ഫിൽ ഹയാത്തി, ഫഇന്നലക, തീർച്ചയായും നിനക്കുണ്ട്, ഫിൽ ഹയാത്തി, ജീവിതത്തിൽ നിനക്കുണ്ട്, അൻ തഖൂല, നീ പറയുക എന്നത്, ലാ മിസാസ്, സ്പർശനമില്ല, തൊടുകയില്ല എന്ന് പറയാണ് നിനക്കുള്ള ശിക്ഷ എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ഫദ്ഹബ്, നീ പോവുക എന്നാൽ ഇനി കൂട്ടത്തിൽ വേണ്ട, ഈ ആളുകൾക്കിടയിൽ, ഈ എൻ്റെ അനുയായികൾക്കിടയിൽ നീ നിൽക്കേണ്ടതില്ല, നീ ഇവിടുന്ന് മാറുക, നിനക്ക് ദുനിയാവിൽ തന്നെ ഇതിന് ശിക്ഷ വരും. അതാണ് ഫൈനലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ്, ഈ ജീവിതത്തിൽ തന്നെ, ഫിൽ ഹയാത്ത്, ഈ ജീവിതത്തിൽ തന്നെ നിനക്ക് പറയേണ്ടി വരും, ലാ മിസാസ, സ്പർശനമില്ല എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരാളുമായും തൊടാൻ പറ്റാത്ത,
ഒരാൾക്കും എന്നെ കൂടിക്കതരാൻ പറ്റാത്ത, ആരുമായും എനിക്ക് മിങ്കിളാവാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥ എനിക്ക് വരും എന്ന് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. അതിന് പലരും പറഞ്ഞ് ഒന്നുകിൽ അദ്ദേഹം പിന്നെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് മനുഷ്യന്മാർക്കിടയ്ക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയി, അതല്ലെങ്കിൽ മാരകമായ രോഗം വല്ലതും വന്നിട്ട് ഒരാൾക്കും അടുക്കാൻ ധൈര്യമില്ലാത്ത, ചെന്നാൽ പകരുന്ന തരത്തിലുള്ള ചില രോഗങ്ങളുണ്ടായി വല്ലാത്ത പ്രയാസപ്പെട്ട് ഒരാളും നോക്കാനും പിടിക്കാനും തൊടാനും പോലും ധൈര്യം കാണിക്കാതെ പൂർണ്ണമായും ആൾക്ക് ഒറ്റപ്പെട്ടുകൊണ്ട് മറ്റു ജീവികളെ കൂടെ പോലും ഇടകലർന്ന് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെ തഫ്സീറുകൾ ചർച്ചയുണ്ട്. ഏതായാലും നിനക്ക് ഈ ജീവിതത്തിൽ തന്നെ പറയേണ്ടി വരും. അന്തഖൂല, നീ പറയുമെന്നതാണ് നിനക്കുള്ളത്. ലാ മിസാസ, മസ്സില്ല, സ്പർശനമില്ല എന്ന് നീ പറയും. അതാണ് നിനക്ക് ദുനിയാവിലുള്ളത്. എന്നാ വ ഇന്നലക മൗഇദൻ, അതോടൊപ്പം വ ഇന്നലക എന്താ അവസ്ഥ വരുന്നു, അത് പിന്നെ വന്നു എന്നും പറയുന്നു, അത് പിന്നീട് വന്നു എന്ന് തഫ്സീറൊക്കെ ഉണ്ട്. വ ഇന്നലക, നിനക്കുണ്ട് മൗഇദൻ, ഒരു വാക്തത്വ സമയമുണ്ട്. ദുനിയാവിലെ ഇത് മാത്രമല്ല, ഇതിനപ്പുറത്ത് ഒരു വാക്തത്വ സമയമുണ്ട്, അഥവാ ഖിയാമത്ത്, പരലോകം, അതുമുണ്ട്. ലൻ തുഖ്ലഫ, അതൊരിക്കലും ലംഘിക്കപ്പെടുകയുമില്ല. അതിൻ്റെ വാക്യം അവിടുന്ന് കിട്ടുകയും ചെയ്തു. ദുനിയാവിൽ ദുനിയാവിൽ നിനക്ക് ശിക്ഷയുണ്ട്, പരലോകത്തും നിനക്കൊരു അതിലും വലുത് നിനക്കുണ്ട് താനും. ലൻ തുഖ്ലഫഹു, നിനക്ക് ഇനി അതിന് മടക്കമില്ല. അത്രയും വലിയ ചതിയാണ് ചെയ്തത്. ഇത്രയും ആളുകൾ ഒന്നാകെ ശിർക്ക് കൊണ്ടുപോയി ചാടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നിനക്കതിൽ അല്ലാഹു തആല ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ട്. ദുനിയാവിൽ തന്നെ നീ പൂർണ്ണമായും ഒറ്റപ്പെടും. നാളെ പരലോകത്താവട്ടെ ലംഘിക്കപ്പെടാത്ത ഒരു വാഗ്ദാനം നിന്നെ കാത്തിരിക്കുന്നുമുണ്ട് എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. മാത്രവുമല്ല, വൻളുർ ഇലാ ഇലാഹിക്കല്ലദീ ളൽത അലൈഹി ആകിഫ, വൻളുർ, നീ നോക്കുക, ഇലാ ഇലാഹിക്ക, നിന്റെ ഇലാഹിനെ നീ നോക്കുക. നീ ഉണ്ടാക്കിയ ഇലാഹുണ്ടല്ലോ, പശുക്കുട്ടി, അതിനെ നീ നോക്കുക. അല്ലദീ ളൽത അലൈഹി ആകിഫ, ഏതൊരു ഇലാഹിൻ്റെ മുമ്പിലായിരുന്നുവോ നീ ആക്കിഫായി കൂടിയത്, നീ അവിടെ തന്നെ ഭജനമിരുന്നത്, ഈത്തികാഫിരുന്നത്, ആ ഒരു ഇലാഹിനെ നീ നോക്കുക. ലനുഹർരിഖന്നഹു, തീർച്ചയായും നാം അതിനെ കടിച്ചു കളയുക തന്നെ ചെയ്യും. പിന്നെ ലല്ല എന്ന വാക്ക്, ലല്ല ആയിക്കൊണ്ടേയിരുന്നു, ലല്ല ആയിക്കൊണ്ടേയിരുന്നു, ആയി എന്നത്ര ലല്ല എന്ന വാക്ക് ഉപയോഗിക്കുക. അതിനാണ് ളൽത അലൈഹി ആകിഫ, നീ അതിൽ ആക്കിഫായിക്കൊണ്ടിരുന്നുവല്ലോ, ആ ഇലാഹിനെ നീ നോക്കൂ. ലനുഹർരിഖന്നഹു, നാം അതിനെ കരിച്ചു കളയുക തന്നെ ചെയ്യും. ലല്ല നമുക്ക് അറിയപ്പെട്ടാണ്, ശരിക്കും ലലൽത്ത വരിക, ലല്ലൻ്റെ ലലൽത്ത, അതാ പിന്നെ ലൽത്തയായി മാറിയത്. അത് ലോദ്, ഇത് ലോ. ലനുഹർരിഖന്നഹു, ഹർറഖ, ഹർറഖനാല് കരിച്ചു, ഹർറഖ, ഹർറഖ യുഹർരിഖു, നുഹർരിഖു, ലനുഹർരിഖന്ന, നാം കരിച്ചു കളയുക തന്നെ ചെയ്യും. ഹു, അതിനെ. ജിണ്ടാക്കിയ ഇലാഹുണ്ടല്ലോ, ആ ഇലാഹിനില ഞാൻ ഒന്നാകെ തീയിട്ട് ഉരുക്കിക്കളയാൻ പോവുകയാണ്. ഇലാഹാണെങ്കിൽ സംഭവിക്കാൻ പറ്റുന്നല്ലോ, ഇലാഹാണെങ്കിൽ ഒരിക്കലും കരിച്ചു കളയാൻ കഴിയില്ല. അപ്പം എൻ്റെ ഇലാഹില ഞാനത് ഒന്നാകെ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കാൻ പോവുകയാണ്. ثم لننسفنه في اليم نسفا, മാത്രവുമല്ല ثم لننسفنه, പിന്നീട് നാം അതിനെ വിതറും. ഫിൽ യമ്മി, സമുദ്രത്തിൽ, നസ്ഫ, ഒരു വിതറൽ, നാം അതിനെ വിതറുകയും ചെയ്യും. ഞാൻ ഒരു അവശിഷ്ടം ബാക്കി വേണ്ട. അങ്ങനെ എന്തെങ്കിലും ബാക്കിയായാൽ ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും അത് കുത്തിപ്പൊക്കി കൊണ്ടുവരും. അപ്പോൾ അത് നാം കത്തിച്ച് തീയിലിട്ട് ഉരുക്കി അതിനെ കരിച്ചിട്ട് അതിൻ്റെ കരിയടക്കം കടലിലേക്ക് വിതറാൻ പോവുകയാണ്. നിന്റെ ഇലാഹിൻ്റെ കോലപ്പതാണ്. ഉണ്ടാക്കിക്കൊടുത്ത ഇലാഹെന്നും പറഞ്ഞിട്ട് ആൾക്കാരെ പേപ്പിച്ചാണല്ലോ. അപ്പം എല്ലാവരും നോക്കി നിൽക്കുക, പരസ്യമായി മൂസാ അലൈഹി സ്വലാം അത് ചെയ്തു എന്നാണ് തഫ്സീറൊക്കെ പറയുന്നത്. അത് നശിപ്പിച്ചു. അതാണ് പിന്നെ ഇമാം സഈദൊക്കെ പറയാണ്, ഫഅറാദ മൂസാ അലൈഹി സ്വലാം ഇത്ലാഫഹു വഹും യൻദുറൂന, അവരെല്ലാം നോക്കി നിൽക്കെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു. അലാ വജ്ഹിൻ ലാ തുംകിനു ഇആദതുഹു, ഒരു കാലത്തും അത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം. മറ്റപ്പോൾ അതിനെ കുഴിച്ചു മൂടിയാൽ ഏതെങ്കിലും കാലത്ത് ചിലപ്പോൾ അവിടുന്ന് പിന്നെ രണ്ടാമത് അത് കിട്ടിയതാണ്. കടലിൽ ഇട്ടാലും ഏതെങ്കിലും കാലത്ത് മറ്റേതെങ്കിലും കിട്ടി പിന്നെയും അത് കുത്തിപ്പൊക്കി കൊണ്ടുവരും. ഇതല്ല,
അതിനെ കരിച്ച് നാം അതിനെ ചാമ്പലാക്കി ആ ചാരമടക്കം പൊടിയാക്കി നാം കടലിലേക്ക് വിതറാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. കാരണം ഒരു കാലത്തും തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി. കാരണം അത് കരിക്കുന്നു, പൊടിയാക്കുന്നു, അത് കടലിലേക്ക് പിന്നെ വിതറുന്നു. എന്തിന്? ലിയസൂല മാ ഫീ ഖുലൂബിഹിം മിൻ ഹുബ്ബിഹി കമാ സാല ശഖ്സുഹു. സാമിരി എന്ന വ്യക്തി പൂർണ്ണമായും അവർക്ക് ഇല്ലാതായി പോയതുപോലെ സാമിരി ഉണ്ടാക്കി വെച്ച ശിർക്കിന്റെ ആ ശേഷിപ്പും നാട്ടിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാകണം. സാമിരി പറ്റ പോയി, ഇനി സാമിരി ഒരാളും കാണുന്നില്ല, സാമിൻ്റെ അടുത്ത് ഒരാൾ അടുക്കുന്നില്ല, ലാ മിസാസ് എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് സാമിരി മാറി. ഒരാളും കാണാനും ഇടപെടാനും പോലും പറ്റാത്ത വിധം. അല്ലെങ്കിൽ വെച്ചാൽ സാമിനെ എവിടെയും കൊണ്ട് ഒറ്റപ്പെടുത്തിയാലും പിന്നെ അവിടെ കുറച്ചാൾ കൂടും എന്ന് പറഞ്ഞ് ഓരോ ഒപ്പം കൂടി പിന്നെ രണ്ടാമത് ഇങ്ങനെ അത് ഉയർത്തിനേറ്റ് വരാൻ സാധ്യതയുണ്ട് ആ ആശയം. അപ്പോൾ അതുമില്ല, ലാ മിസാസ് എന്ന അവസ്ഥയ്ക്ക് സാമിരിയെ ഇല്ലാതാക്കി. അതെ, അത് വന്നു, പിന്നെയും വന്നത്. അപ്പം ഇല്ലാതാവില്ല. അതായത് ശിർക്ക് എന്നുള്ളത് മനുഷ്യന്മാരെ മനസ്സിൽ നിന്ന് അങ്ങനെ പോവില്ല. അപ്പം ആ സാമിരി എന്ന വ്യക്തിയെ ഇല്ലാതാക്കിയതുപോലെ തന്നെ അവനുണ്ടാക്കിയ ശിർക്കിൻ്റെ ഈ ഒരു സംവിധാനത്തെയും ഇല്ലാതാക്കി. അത് ബാക്കിയാവുക എന്നത് അതൊരു പരീക്ഷണമാണ്. മനുഷ്യ മനസ്സുകൾ എപ്പോഴും ബാത്തിലിലേക്ക് വല്ലാതെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. തെറ്റായ കാര്യത്തേക്ക് എപ്പോഴും ഒരു താല്പര്യം, അതിൻ്റെ പിന്നാലെ കൂടാൻ, അതൊന്ന് പോയി നോക്കാൻ മനുഷ്യൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ശേഷിപ്പ് ബാക്കിയായി കഴിഞ്ഞാൽ അത് വീണ്ടും ആ ശിർക്ക് അടുത്ത തലമുറയിലെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമിരിയെയും ആ സമൂഹത്തിൽ തന്നെ മാറ്റി നിർത്തി സാമിനുണ്ടാക്കിയ ഇലാഹിന് എന്ന് പറയുന്ന പശുക്കുട്ടിയെയും കരിച്ച് അതിന് വെണ്ണീറാക്കി ആ ചാരമടക്കം ബാക്കിയാകാത്ത വിധം മൂസാ അലൈഹി വസ്സലാം അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഇവിടെ. അതാണ് വൻദുർ ഇലാ ഇലാഹിക്കല്ലദീ ളൽത അലൈഹി ആകിഫ. ഏത് ഇലാഹിലായിരുന്നുവോ നീ ഭജനമിരുന്ന് അവിടെ തന്നെ കൂടിയിരുന്നത്, ആ ഇലാഹിനെ നീ നോക്കുക. ലനുഹർരിഖന്നഹു, തീർച്ചയായും നാം അതിനെ കരിച്ചു കളയുക തന്നെ ചെയ്യും. ثم لننسفنه في اليم نسفا, പിന്നീട് അതിനെ സമുദ്രത്തിൽ നാം വിതറുക തന്നെ ചെയ്യും. ഇന്നമാ ഇലാഹുക്കുമുല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഇന്നമാ ഇലാഹുക്കുമുല്ലാ, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് അല്ലയാകുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ സാക്ഷാൽ ആരാധ്യൻ വേറെ ഇല്ല. അപ്പോൾ ആരാണോ ശരിയായ ആരാധ്യൻ അവനാണ് നിങ്ങളുടെ ഇലാഹ്, അല്ല പശുക്കുട്ടിയല്ല, ഒരുത്തുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കോലമല്ല. ശരിയായ ആരാധ്യനാരോ ആ ആരാധ്യനാകുന്നു നിങ്ങളുടെയും ആരാധ്യൻ, നിങ്ങളുടെയും ഇലാഹ്. വസിഅ കുല്ല ശൈഇൻ ഇൽമാ, വസിഅ അവൻ വിശാലമായിരിക്കുന്നു, കുല്ല ശൈഇൻ എല്ലാ കാര്യത്തെയും എല്ലാ വസ്തുവിനെയും കുറിച്ച് ഇൽമാ അറിവിനാൽ വിശാലമായിട്ടുള്ളതാണ്. അള്ളാഹ് അറിയാത്ത ഒന്നുമില്ല, അവൻ്റെ അറിവിൽപ്പെടാത്ത ഒന്നുമില്ല, എല്ലാത്തിനെയും അറിയുന്ന അഹാത ബികുല്ലി ശൈഇൻ ഇൽമ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനെയും വലയം ചെയ്തറിയുന്നവനാണ് അല്ലാഹു തആല. അവനാണ് നിങ്ങളുടെ ഇലാഹ്, അല്ലാതെ ഇയാളുണ്ടാക്കിയ പശുക്കുട്ടി അല്ല ഇലാഹ് എന്ന് മൂസാ അലൈഹി വസ്സലാം തൗഹീദ് അവിടെ പുനഃസ്ഥാപിക്കുകയും ശിർക്കിൻ്റെ ഒരു അവശിഷ്ടം, ശിർക്കിൻ്റെ എന്തെങ്കിലും ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടായി വന്നപ്പോഴേക്ക് അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കി വരും തലമുറയിലെങ്കിലും അത് രണ്ടാമത് വരാതിരിക്കാൻ ആവശ്യമായ വിധം ആ ശിർക്കിനെയും അതിൻ്റെ എല്ലാ അടയാളങ്ങളെയും മൂസാ അലൈഹി വസ്സലാം ആ നാട്ടിൽ തന്നെ തുടച്ചു മാറ്റുകയും അതിന് കാരണക്കാരനാകുന്ന സാമിരി അടക്കം ആ നാട്ടിൽ തന്നെ ഒഴിവാക്കുകയും ഒരാളുമായും കാണാൻ പോലും പറ്റാത്ത വിധമുള്ള അവസ്ഥ അല്ലാഹു തആല അവനെ പിന്നീട് നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് വല്ലാഹു അഅലം. ഇതെന്താണെന്നാണ് ചില തഫ്സീറൊക്കെ പറയുന്നത്. പശു ആരാധന തുടക്കം അവിടുന്നാണ്, പിന്നീട് ഇന്ത്യയിലടക്കം പശു ആരാധന വന്നത് ഇതിൻ്റെ സ്വാധീനമാണ് എന്നൊക്കെ പിന്നെ റാസി പോലൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ഫമാ ഖത്ബുക യാ സാമിരി قال بصرت بما لم يبصروا به فقبلت قبضة من أثر الرسول
من أثر الرسول فنبذتها وكذلك سولت لي نفسي. قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا إنما إلهكم الله الذي لا إله إلا هو وسع كل شيء علما.